ഇല്ലുസ്ട്രേഷൻ 12ലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞാൻ ഗിഫ്റ്റിനെ പറ്റി പഠിപ്പിച്ചെന്ന കറക്റ്റ് സാധനങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 12 നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. ഗിഫ്റ്റ് അറിയില്ലെങ്കിൽ ഗിഫ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരിക. റെസ്പെക്ട് ഓഫ് എക്സ് ആണ് കേസ് നമ്പർ 1. 50,000 ഫ്രം ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നുള്ള ഗിഫ്റ്റ് ടാക്സബിൾ ആണ്. ബട്ട് 50,000 കടന്നാലാണ് ടാക്സബിൾ. സോ നോട്ട് ടാക്സബിൾ. 49,000 ടാക്സബിൾ അല്ല, 50,000 കടക്കണം. 51,000 ടാക്സബിൾ ആണ്. 51,000 മാത്രമല്ല കിട്ടിയത്, സി എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ അടുക്കൽ നിന്ന് ഒരു ക്യാമറയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 51,000 ഇസ് ഫുള്ളി ടാക്സബിൾ. വീഡിയോ ക്യാമറ കിട്ടിയാൽ വീഡിയോ ക്യാമറ ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല, ഒരു പേഴ്സണൽ തിങ് ആണ്. സോ നോട്ട് ടാക്സബിൾ. ഓക്കെ, 50,000 ഫ്രം ഡി, കസിൻ ഓഫ് ഹിസ് ഫാദർ. സോ ഫാദറിൻ്റെ കസിനാണ്. സോ ഫാദറിൻ്റെ കസിൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് അല്ല. ഫാദറിൻ്റെ ആരല്ല റിലേറ്റീവ്? മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിൻ്റെ ഫാദർ ആണെങ്കിൽ ഫാദറിൻ്റെ ബ്രദറിൻ്റെ വൈഫ്, ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, പിന്നെ ഗ്രാൻഡ് പാരൻസ് ആണ്. സോ കസിൻ നോട്ട് എ റിലേറ്റീവ്. സോ 50,001 ടാക്സബിൾ. 75,000 ഫ്രം ഹി ഹു ഇസ് ദ എൽഡർ ബ്രദർ ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിൻ്റെ എൽഡർ ബ്രദർ റിലേറ്റീവ് അല്ല. ഗ്രാൻഡ് ഫാദേഴ്സ് മാത്രമേ റിലേറ്റീവിൽ പെടൂ. ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദർ നോട്ട് എ റിലേറ്റീവ്. സോ ഫുള്ളി ടാക്സബിൾ. റുപ്പീസ് 1,001 ഈച്ച് ഫ്രം 50 ഫ്രണ്ട്. അപ്പം 50 ഫ്രണ്ടിൻ്റെ അടുക്കൽ നിന്ന് 1,001 രൂപ വെച്ച് നോക്ക് എത്രയുണ്ട്? 1,001 × 50. ടോട്ടൽ എമൗണ്ട് എക്സീഡ് 50,050. സോ ഫുള്ളി ടാക്സബിൾ. സി എമൗണ്ട് എക്സീഡ് 50,000. ഓക്കെ, സോ എഗ്രിഗേറ്റ് എമൗണ്ട് 50,000 കൂടിയാൽ ഇറ്റ് ഇസ് ടാക്സബിൾ. നമുക്കിതൊന്നും കൂടെ പറയാം. ഈ വീഡിയോ ക്യാമറ വന്നുകൊണ്ട് പറയുവാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് എഴുതി തന്നിട്ടുണ്ട്. ഷെയർ, സെക്യൂരിറ്റി, ജ്വല്ലറി, ആർക്കിയോളജിക്കൽ വർക്ക്, ആ സംഭവം ഉണ്ടല്ലോ, സ്പെസിഫൈ ചെയ്തതാണെങ്കിൽ മാത്രം നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതി കേട്ടോ. സോ ടാക്സബിൾ അല്ലാത്ത കേസ് വരുമ്പോൾ സംശയം വേണ്ട. ഞാൻ അവിടെ എഴുതി തന്നെ അല്ലാത്ത വരുമ്പോൾ നിങ്ങൾ നോട്ട് ടാക്സബിൾ എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് പോയാൽ മതി. നമുക്ക് അടുത്തത് നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 13 ആണ്. മിസ് യമുന റിസീവ് ചെയ്യുന്ന ഗിഫ്റ്റ്. അപ്പം മൊത്തം ഇയറിലെ ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. കേസ് 1 കേസ് 2 പോലെയല്ല. സോ ഫസ്റ്റ് 20 lakh ആൻഡ് എ റിസ്റ്റ് വാച്ചിൻ്റെ പൈസ 1 lakh ഫ്രം എ ഫ്രണ്ട് യുഎസ്എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. 50,000 ആണ്, കൂടുതലാണെങ്കിൽ ടാക്സബിൾ. അപ്പോൾ 20 lakh ഇസ് ടാക്സബിൾ. റിസ്റ്റ് വാച്ച് ആണ്. റിസ്റ്റ് വാച്ച് എന്തല്ല, മൂവബിൾ പ്രോപ്പർട്ടി അല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ നോട്ട് ടാക്സബിൾ. 5 lakh ഫ്രം അനദർ ഫ്രണ്ട് ഇൻ UK, ഫുള്ളി ടാക്സബിൾ. 2 lakh റിസീവ് ഫ്രം ഗ്രാൻഡ് ഫാദർ, നോട്ട് ടാക്സബിൾ. ഗ്രാൻഡ് ഫാദർ ഇസ് എ റിലേറ്റീവ്. റിലേറ്റീവിൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടിയാലും ടാക്സബിൾ അല്ല. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, so not taxable, is a relative. 3 lakh from a friend at the time of her marriage. മാരേജിന് എന്ത് കിട്ടിയാലും ടാക്സബിൾ അല്ല. സോ 3 lakh exempted. അടുത്തത് ഗിഫ്റ്റ് ഓഫ് ലാപ്ടോപ്പ് 40,000 ആണ്. 50,000 എക്സീഡ് ചെയ്യുന്നില്ല. സോ നോട്ട് ടാക്സബിൾ. ഷി ഹാസ് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി 1,20,000 ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ 1 lakh ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വിന്നിങ് ഫ്രം ലോട്ടറിയും കൂടെ ഇവിടെ വരും ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ. സോ ഈസിയാണെന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ആക്കൂല ഈ ചാപ്റ്ററിങ്ങളാണെന്ന് നമുക്ക് വിചാരിക്കാം. മിസ്റ്റർ ഡേവിഡ് വൺ എ ലോട്ടറി ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള എൻ്റെ ലോട്ടറി റിസീവ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 10% UP ഗവൺമെൻറ് ലോൺ. സോ ഗവൺമെൻറ്റിൻ്റെ ലോണാണ്. സോ ഗവൺമെൻറ് ആണ്. സോ 10% കാണാം, അതവിടെ എഴുതണം. ഒരു ന്യൂ പോയിൻ്റ് ആണ് ഇത്. 10% ഡിബെഞ്ചർ ഓഫ് ACC ലിമിറ്റഡ് പർച്ചേസ്ഡ് അറ്റ് പാർ ഓൺ 1st November 2019, 12,500. ഇവിടെ ശ്രദ്ധിച്ചോ, ഒരാൾ 10% ഡിബെഞ്ചർ വാങ്ങിച്ചു. ഒരാളല്ല, നമ്മളെ ദ്രാവിഡ് ഓക്കെ ദ്രാവിഡ് ആൻഡ് ഇറ്റ് ഇസ് 12,500. ഓക്കെ, സി. സോ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് നേരിട്ടിട്ടാണ് വാങ്ങിയ ഡേറ്റ് 2019. സോ വാങ്ങിയ ഡേറ്റും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 2020 കേട്ടോ വേണ്ടത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളാം. സോ 2020 വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. ഡിബഞ്ചറിൻ്റെ കേസ് പറയാം. ഡിബഞ്ചറിന് കമ്പനി ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക. അതായത് നമ്മൾ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/2020 to 31st March 2021. സോ ഇതിൽ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ മാർച്ച് മുതൽ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണി നോക്ക് 31st September വരെ അല്ല. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സോ സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുക?
ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുക സെപ്റ്റംബറിൽ. ഓക്കെ, ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 10% ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ 12,500 ടോട്ടൽ. അതിൻ്റെ 1250 ടോട്ടൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ, ഇതിൻ്റെ 10%. അപ്പം 6 മാസത്തേക്കെന്ന് പറയുമ്പോൾ നേരെ പകുതിയില്ലേ, ഇതൊരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ 6 മാസത്തേക്കുള്ളതെന്ന് പറയുമ്പോൾ നേരെ പകുതി എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 12 × 6. എനിവേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയുടെ കിട്ടും, അതിൻ്റെ നേരെ പകുതി കിട്ടും. 625 കിട്ടും. ഓക്കെ, 625 കിട്ടും. ഓക്കെ, ഈ 625 സെപ്റ്റംബറിൽ കിട്ടും. ബാക്കി എപ്പോൾ കിട്ടും, 31 മാർച്ച് 21 625 കിട്ടും. ഇയാൾ വാങ്ങിച്ചിരിക്കുന്ന ഡേറ്റ് സെപ്റ്റംബറും കഴിഞ്ഞ് ഇവിടെയാണ്. ഈ ഇൻട്രസ്റ്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുമോ? ഇല്ല. ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയം ഇയാൾ അതിൻ്റെ ഹോൾഡർ അല്ല. സോ ഇയാൾക്ക് ഏത് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, 625. സോ 625 മാത്രമേ ഇയാളുടെ ഇതിൽ വരാൻ പാടുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 625. ഓക്കെ, സോ ഡിവിഡൻറ്റിന് എപ്പോഴും ഹാഫ് ഇയർലിയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക. അടുത്തത് 10% ഡിബഞ്ചർ ഓൺ ജൂട്ട് മിൽ കമ്പനി 7,500. സോ ടാക്സ്ലെസ് ഡിബഞ്ചർ ആണ്. സോ ഇവിടെ ഇത് രണ്ടും തന്നതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രോസിംഗ് അപ്പിൻ്റെ ആവശ്യമില്ല. 750, ഇതിൻ്റെ 10% 750 വരും. ഹി റിസീവ്ഡ് 5/10/2020 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1000. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാൽ 1000. ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ ഫസ്റ്റ്. ടാക്സബിൾ അല്ലടാ, ടാക്സബിൾ നമ്മൾ ഇടം വരെ ഇപ്പോൾ എഴുതിയത് 625 750 1200 പറഞ്ഞതാ. ഓക്കെ, ലെറ്റ്സ് സീ. On 1st October 2000, he sold debenture of ACC Limited for 116 and purchased 20,000 12% port trust bond, for which he took a loan of 10,000 and 15% interest. അപ്പോൾ ഇയാൾ പുതിയൊരു സാധനം വാങ്ങിച്ചത് 12% പോർട്ട് ട്രസ്റ്റ് ബോണ്ട്. സോ ഹിയർ അഗെയിൻ ഇത് ടാക്സ്ലെസ് സെക്യൂരിറ്റീസ് ആണ്. സോ ഇത് രണ്ടും തന്നതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രോസ് അപ്പിൻ്റെ ആവശ്യമില്ല. 20,000 ഇൻറ്റു അതിൻ്റെ 12% കാണാൻ ചെയ്യുക. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡേറ്റ് ഓഫ് പർച്ചേസ് ഗിവൺ ആണല്ലേ. ശ്രദ്ധിക്കാം, 1st October 2020 ഇയാളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 12%. സോ 20,000ൻ്റെ 12% ആണ് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ്. സോ 2,400. ഓക്കെ, ഈ 2,400 1 ഇയറിലേക്കാണ്. ഇവിടെയും സെയിം തന്നെ സെപ്റ്റംബറിലേക്ക് പകുതി കൊടുത്തിട്ടുണ്ടാവും, മാർച്ചിലാണ് അടുത്ത പകുതി കിട്ടുക. അപ്പോൾ ഇയാൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത് സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബറിലാണ്. സോ ഇയാൾക്ക് ഈ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. 1,200 ഇവിടെയും കൊടുത്തിട്ടുണ്ടാവും, 1,200 ഇവിടെയാണ് കൊടുക്കുക. അപ്പോൾ ഇയാൾക്ക് ഏതേ കിട്ടും, 1,200. സോ 1,200 മാത്രമാണ് ഇയാൾക്ക് ഇവിടെ വരിക. സോ നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ദ ബാങ്ക് കമ്മീഷൻ ഫോർ ബൈങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ്. ഇവിടെയുണ്ട്. ട്രസ്റ്റ് ബോണ്ട് ഫോർ വിച്ച് ഹി ടുക്ക് 10,000 at ₹10% per annum. സോ ഈ പോർട്ട് ട്രസ്റ്റിൻ്റെ ഈ ബോണ്ട് വാങ്ങിക്കാൻ ഇയാൾ ലോൺ എടുത്തിട്ടുണ്ട്. എത്ര പൈസൻ്റെ ലോൺ എടുത്തിട്ടുണ്ട്, 10,000 ലോൺ എടുത്തിട്ടുണ്ട്. 15% പലിശക്കാണ് ലോൺ എടുത്ത്. നമുക്കറിയാം, ഒരു സെക്യൂരിറ്റി വാങ്ങിക്കാൻ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. സോ നമ്മളിവിടെ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് 1,500. ബട്ട് ഇത് നമ്മൾ 12 മാസത്തേക്കാണ് പേ ചെയ്യുന്നത്. അല്ല, ഒരു വർഷത്തെ ഇൻട്രസ്റ്റാണ് 1,500. നമ്മളിവിടെ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത് ഒക്ടോബറിലാണ്. സോ നമ്മളിനി ഇയർ എൻഡ് എന്ന് പറയുന്നത് മാർച്ച് 22. സോ എത്ര ഇയർ ഉണ്ട് ഇടയിൽ, ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച്. സോ 6 months. സോ 1,500 12 മാസത്തേക്കാണ്. സോ 6 മാസത്തേക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 750. നേരെ പകുതി എടുത്താൽ മതി. ഓക്കെ, സോ 750 മാത്രമാണ് ഇവിടുന്ന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. 1,500 ഡിഡക്ഷൻ കിട്ടൂല, 750 ഡിഡക്ഷൻ കിട്ടും. ബിക്കോസ് 1,500 ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. നമ്മളെ കയ്യിൽ ഇത് എത്ര പീരീഡേ ഉള്ളൂ, 6 മാസേ ഉള്ളൂ. ഇനി അടുത്തത് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ്, സെക്യൂരിറ്റീസ് റിലേറ്റ് ചെയ്ത് സെക്യൂരിറ്റീസ് വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ വിൽക്കുമ്പം കമ്മീഷൻ ബ്രോക്കറേജ് ഒക്കെ കൊടുത്താൽ ഡിഡക്ഷൻസ് കിട്ടൂല. ഓക്കെ,
ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് കമ്മീഷൻ, ബ്രോക്കറേജ്. സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ സമയത്ത് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് കൊടുത്താൽ ഡിഡക്ഷൻ കിട്ടൂല. ഓക്കെ. ഡിവിഡൻഡ് കളക്ട് ചെയ്യാനുള്ള ബാങ്കിൻ്റെ ചാർജസ് ഡിഡക്ഷൻ കിട്ടൂല, ഡിവിഡൻഡ് കളക്ട് ചെയ്യാനുള്ള. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കളക്ട് ചെയ്യാനുള്ള ബാങ്കിൻ്റെ ചാർജസ് ഇവിടെ ബാങ്ക് ഇവിടെ നോക്കാം. ബാങ്ക് കമ്മീഷൻ ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് 1% ഡിഡക്ഷൻ കിട്ടൂല. ബിക്കോസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസിന് കമ്മീഷൻ ബ്രോക്കറേജ് കൊടുത്താൽ ഡിഡക്ഷൻ ഇല്ല. ആൻഡ് ഫോർ കളക്ടിങ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 20. അപ്പോൾ ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസിന് കളക്ട് ചെയ്യാൻ ബാങ്ക് കളക്ടിങ് ചാർജസ് ആണെങ്കിൽ ഇതിന് ഡിഡക്ഷൻസിന് പറ്റും. സോ ഇവിടെ അതും കൂടി ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാങ്ക് ചാർജസ് ഡിവിഡൻഡ് കളക്ട് ചെയ്യാനാണെങ്കിൽ പറ്റൂല. ഓക്കെ. ഇതുവരെ നമുക്ക് വന്ന എല്ലാ ക്വസ്റ്റ്യനിലും ഡിവിഡൻഡ് ആണ് ബാങ്ക് ചാർജസ്, ഡിവിഡൻഡ് കളക്ഷനാണ് ബാങ്ക് ചാർജ് ചെയ്തത്. എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യും, ഡിഡക്ഷൻ കിട്ടും. അടുത്തത് ഡ്യൂറിങ് ദ ഇയർ he inherited rupees 5,000 12% Mumbai government loan from his father who died on 1st December 2020 and interest payable in each case on 1st January and 1st July. ഇവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് പീരീഡ് 1-4, എൻഡിങ് പീരീഡ് 31-3. ഇവിടെ ഒരു പറഞ്ഞിരിക്കുന്നത് ജാനുവരി 1-നും ജൂലൈയിലുമാണ്. സോ ഇയാൾ എപ്പോഴാണ് ഇത് വാങ്ങിച്ചത് നോക്കുക. ഇയാൾ ഡിസംബറിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ 1st December 2020 അയാൾ വാങ്ങിച്ചത്. ഓക്കെ. സോ 1st December കഴിഞ്ഞിട്ട് ഇനി ഇയാൾ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ജനുവരിയിലാണ്. സോ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ജനുവരിയിലുണ്ടാവും. പിന്നെ ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ എൻഡ് പീരീഡ് കഴിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് പോയിട്ട് ജൂലൈയിലാണ് അടുത്ത ഇൻട്രസ്റ്റ്. സോ ഇത് നമുക്ക് പറ്റില്ല, നമ്മുടെ പീരീഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ജാനുവരിയിൽ ഇൻട്രസ്റ്റ് കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ജാനുവരി ഇൻട്രസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇൻട്രസ്റ്റ് പേയബിൾ ഹു ഡൈഡ് ഇൻ. ഓക്കെ. 5,000 ആണ്. സോ 5,000ൻ്റെ 12% എടുക്കണം. 5,000ൻ്റെ 12% 600. അപ്പോൾ 600 ആണ് ഫുൾ ഇയർ. അപ്പോൾ പകുതി ജനുവരിയിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? പകുതി. അപ്പം 300 രൂപ ഇടിയും കിട്ടിയിട്ടുണ്ടാവും, 300 ഇടിയും കിട്ടിയിട്ടുണ്ടാവും. സോ 300 മാത്രമാണ് നമ്മളെ ടാക്സബിൾ പെർവ്യൂവിൽ വരിക. സോ 300 ഇവിടെ വരും. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആയി നമ്മൾ പറഞ്ഞതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ, വേറെ ഒന്നുമില്ലല്ലോ. സോ അത്രയേ ഉള്ളൂ. അതും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഡേറ്റ് തരുമ്പോൾ ഉള്ളൊരു മോഡൽ കണക്കാണ് നമ്മളിവിടെ ചെയ്തത്.